ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ കഴിഞ്ഞോ എന്നൊക്കെ. അത് കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മളതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് കുറച്ച് കാണിച്ച് തരുവേ നിങ്ങൾക്ക് വേണ്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഞാൻ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ വീട്ടിലൊക്കെ കിടക്കാം. നമ്മളെ എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആളാണ് നമ്മളെ ബാഗ്. ബാഗ് ഇതാണ്. ഇതിൻ്റെ ഒരു സ്റ്റിക്കർ പറിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ കുറേ ഇച്ചിട്ടും കൂടെ പറിക്കാനുണ്ട്. ഇതാണ് എൻ്റെ ഒരു ബാഗ്. കണ്ടില്ല, സിമ്പിളായിട്ടുള്ള ബാഗ്. ഈ ഒരു കള്ളി എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാം. നമ്മളെല്ലാം കൂടെ ചെക്ക് ചെയ്യാനുള്ളൂ, എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ. ഇത് റേറ്റ് വരുന്നത് 567 റേറ്റൊക്കെ. നല്ലൊരു അടിപൊളി ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നല്ലൊരു ബാഗാണ്. ഇതിൻ്റെ ഓപ്പൺ കള്ളിയൊക്കെ നോക്കിയാൽ ഭയങ്കര സോഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാഗും കൂടെയാണ്. ഞാൻ കണ്ടപ്പോൾ തന്നെ ഇതാണ് ഞാൻ ബുക്ക് ചെയ്തു. നല്ല ഒരു ബാഗ്. ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഒരു കള്ളിയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒന്നിൽ നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാം. ഇത് പിന്നെ നമ്മൾ പാത്രം വെക്കാം. അങ്ങനെ ഒരു ബാഗാണ്. ഇതിൻ്റെ കള്ളി എന്ന് വെച്ചാൽ 1 2 3 4 കള്ളിയാണ് ഇതിലുള്ളത് കേട്ടോ. അടിപൊളി സെറ്റ് ബാഗാണ്. ഇതാ അടിപൊളി ബാഗ് മാത്രമല്ല, നമുക്ക് വേറെ കൂടെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം മേടിച്ച സംഭവങ്ങളാണ് ഇത്. ഈ ഒരു കവറിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് നമ്മൾ ബസാറിൽ പോയി മേടിച്ച സംഭവങ്ങളാട്ടോ ഇത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളെന്ന് വെച്ചിട്ട് അതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 2 3 അതിൽ ഒന്നാണ് വാട്ടർ ബോട്ടിൽ. ഈ വാട്ടർ ബോട്ടിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര കാട് നിറഞ്ഞൊരു പ്രദേശം പോലത്തെ ഒരു ഇതാണ്. അതിൻ്റെ പിക്ചർ വന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വേറെ ഒരു കളറുണ്ട്, അതെനിക്ക് അധികം ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഞാൻ LKG കുട്ടിയൊന്നുമല്ല ഇതുപോലത്തെ കുടിക്കാൻ. പക്ഷെ എനിക്ക് ഇതേപോലത്തെ ആദ്യമായിട്ട് ഞാൻ മേടിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മേടിച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഇതും കൂടെ തരുന്നുണ്ട്, പൈപ്പ് പോലത്തെ. അപ്പോൾ ഇത് ഒന്നായി കേട്ടോ. അതുണ്ട്. അടുത്തെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും എക്സാമിനായിക്കോട്ടെ, എന്തിനും ആയിക്കോട്ടെ, ഡ്രോയിങ്ങിനായിക്കോട്ടെ, എല്ലാത്തിനും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ആൾക്കാരാണ് സ്കെച്ച്. 2 ആൾക്കാരെന്ന് ചെയ്യേണ്ട വേറെ ഒരു ഇതില്ലേ, ഡ്രോയിങ് പെൻസിൽ. അതും ഇതും കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അതിന് പരീക്ഷയ്ക്കായിട്ടും ഡ്രോയിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരയ്ക്കുന്ന ഉള്ളതുകൊണ്ട് താനും ഏത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം. ഇതിൻ്റെ റേറ്റ് 15 2-നും. പിന്നെ അടുത്തത് ഇൻസ്റ്റമെൻറ്റ് ബോക്സ്. ഇതെല്ലാവർക്കും ഉണ്ടല്ലോ, ഇതെല്ലാം മേടിക്കുന്നതാണല്ലോ. പിന്നെ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയല്ലോ. ഞാൻ ഇത് പാക്കറ്റ് തുറന്ന് കാണിച്ചുതരാം. ഇതെനിക്ക് 8-ലും ഇനി 9-ലേക്കും ഇത് തന്നെയാണ്. പുതിയതായിട്ട് മേടിച്ചത് ഇത് തന്നെയാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. മൈക്ക ഡബർ ആയിക്കോട്ടെ, കട്ടർ ആയിക്കോട്ടെ, പെൻസിലായിക്കോട്ടെ. ഇതിൽ പെൻസിലും ഒരു സ്കെച്ചും അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. പേനും ഇവർ കൊടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ എല്ലാവർക്കും മാക്സിനും ആയിക്കോട്ടെ, എന്തെങ്കിലും വരയ്ക്കാനൊക്കെ ആയിക്കോട്ടെ ഇമ്പോർട്ടൻ്റ് അല്ലേ. അതുകൊണ്ട് പിന്നെ നമുക്ക് ബുക്കിനൊക്കെ ക്ലിപ്പ് അടിക്കാൻ വേണ്ടിയുള്ള ക്ലിപ്പ് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റേറ്റ് 12. എല്ലാം ഇവിടെ ബസ്സിൽ വില കുറഞ്ഞതാണെന്ന് തോന്നുന്നു എനിക്ക്. പിന്നെ ഒരു ബ്രേസ്ലെറ്റ്. ഇത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്യൂട്ടാണ്. അത് മാത്രമല്ല കയ്യിൽ നല്ല വെളുത്ത കയ്യിൽ കിട്ടാൽ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതേപോലത്തെ എന്തെങ്കിലും. ഓക്കെ, ദെൻ അടുത്ത നമുക്ക് അടുത്ത നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാട്ടോ. ഇതെല്ലാവർക്കും അറിയാം. നമ്മൾ ചിലവർക്കറിയാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പേന യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആ പേന യൂസ് ചെയ്യുന്ന സമയത്ത് ബുക്കിൽ തെറ്റിപ്പോയി പിന്നെ നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല, വരച്ച് കുത്തി ഇടുന്ന സമയത്ത് നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്താൽ മതി. ഇതിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ട് റിമൂവർ എന്നാണ് ചിലരോട് പറഞ്ഞത്. പേര്
എന്തും തെറ്റിപ്പോയ സംഭവങ്ങൾക്ക് മായ്ക്കാനുള്ള റിമൂവ് സെറ്റാണ് ഇതെന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. എനിക്ക് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നി. ഇതറിയാം കേട്ടോ, അതിൻ്റെ പേര് നല്ല പേരാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവമാണല്ലേ, നമ്മളെ ബുക്കിലൊക്കെ ഇമ്പോർട്ടൻറ്റ് മാർക്കർ വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാനുള്ള സാധനം. ഇത് മാർക്ക് ചെയ്യാൻ അടിപൊളിയാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്താണോ നമ്മൾ മറന്നുപോയി, മെമ്മറി മറന്നുപോയെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ സാധനം കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് 25 ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 30. അടിപൊളി സംഭവമാണ്. ഇതൊരു പെൻസിൽ പോലെ ഇരിക്കും, അടിപൊളിയാണ്. അടുത്തത് എന്തെന്ന് വെച്ചാൽ നമ്മളെ ബുക്ക് മാത്രം മേടിച്ചൊരു കാര്യമില്ലല്ലോ, ബുക്കിനായിട്ടുള്ള ആളെയും കൂടെ വേണ്ടേ. അതായത് ബുക്ക് കല്യാണം കഴിച്ച ഒരാൾ. ഇത് പെൻ. നമ്മൾ പെന്നില്ലാണ്ട് ഒന്നും നടക്കത്തില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പെന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അതിന് 9ലേക്കും 10ലേക്കും അല്ലേ, ഇത്രയും പെന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. നമ്മളെല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു സാധനമായിരിക്കും പശ. ഇത് ഒന്ന് വെറൈറ്റിയാണ്, ഒന്ന് 5-ൻ്റെയും ഒന്ന് അല്ല 5 ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ 15 രൂപ റേറ്റ്. ഈ ഒരു ചെറിയ ഇതിന് അത്രയില്ല, ഇതിന് 15 രൂപ റേറ്റ് വരുന്നതാണ്. ഇതെല്ലാവർക്കും അറിയത്തില്ലേ, ുന്ന സാധനമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വലിയ ക്വാളിറ്റി ഒന്നും അറിയത്തില്ല. നല്ലോണം ആണെന്ന് തോന്നുന്നു. ഞാൻ മേടിച്ചു, കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു തോന്നി, അതുകൊണ്ട് ഞാൻ മേടിച്ചു. അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നൊക്കെയാണെന്ന് പറയുന്നത്. അടിപൊളി. അടുത്തത് എന്തെന്ന് വെച്ചാൽ കട്ടർ. അത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ കുറേ എണ്ണം വാങ്ങണം. പിന്നെ അത് ചിലപ്പോൾ കാണാണ്ടായപ്പോൾ എന്ത് ചെയ്യും. പിന്നെ ഒരു ഐസർ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 3 ആട്ടോ, ഇതിൻ്റെ 5 ഈ ഒരു റേറ്റ്. പിന്നെ ഈ ഒരു ചെറിയ സാധനത്തിന് കറക്റ്റ് തന്നെയാണ്. ഇതിന് ഒരു 3 രൂപ, ഇതിനൊക്കെ ഒരു 3 രൂപ. ഇതട്ടോ, ഇതെന്നുള്ള വ്യത്യാസം ഉണ്ടാവും. എന്നിട്ടും ഇതിന് 3-5 കുഴപ്പമില്ല. ഗോൾഡൻ്റെയും ഇതൊരു സിൽവറാണ്. ഞാൻ ഇങ്ങനത്തെ നോക്കിയെടുക്കില്ല, കാരണം അമ്മ നല്ല എൻ്റെ നോക്കിയെടുക്കാത്തതുകൊണ്ട് തന്നെ എന്നെ നല്ലോണം പറയുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് എടുക്കാൻ നിൽക്കത്തില്ല. അമ്മ എന്തെങ്കിലും എടുത്തോന്ന് വെച്ച് ഞാനവിടെ ഒരേക്ക് അങ്ങ് മാറി നിൽക്കും ഗൈസ്. പിന്നെ എന്തിനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, അമ്മ എടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയുള്ള ഒരു കോമ്പോ ആണ് നമ്മളത്. പണ്ട് കാര്യമില്ല ഗൈസ്. എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു റെഡ് ലിപ്സ്റ്റിക് അല്ല കേട്ടോ, ലിപ്സ്റ്റിക്ക് പോലത്തെ കളറുള്ള ഭയങ്കര റെഡായിട്ടുള്ള ഒരു ക്യൂടെക്സ്. ഞാനിത് ഫസ്റ്റ് ആയിട്ട് കേട്ടോ ഇത്രയും ഡാർക്കായിട്ടുള്ള മേടിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന പൊട്ട് ഞാൻ എല്ലാ വീഡിയോസിലും ചെയ്യുന്ന ഒരു ഇച്ചിരി വലിപ്പം കൂടി പൊട്ടായിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പൊട്ട് വലിയൊരു പൊട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നിങ്ങളത് ഇങ്ങനെ യൂസ് ചെയ്യുമോ? ഞാൻ യൂസ് ചെയ്യാറില്ല. വീഡിയോസിന് മാത്രമായിട്ടാണ് ഞാൻ അമ്മേൻ്റെ പൊട്ടെടുത്ത് യൂസ് ചെയ്യുന്നത്. എനിക്ക് പോലും ഈ പൊട്ട് വന്ന് ഇഷ്ടമല്ല. അമ്മ നിർബന്ധിച്ച് വീഡിയോസിന് എല്ലാം ചെയ്യുന്നത്. ഇത് അമ്മയ്ക്കുള്ള പൊട്ട് അമ്മ മേടിച്ചതാണ്. അത് ഈ ഒരു ഇതിൽ കിടന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ച് തന്നതാട്ടോ. ഓരോന്നും വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പിന്നെ കുഴപ്പമില്ല. അമ്മ വെറൈറ്റി ആയി തൊടുന്നത് കൂടെയുണ്ട്. ഇത് റെഡ് തന്നെ കേട്ടോ. അടുത്ത് നമുക്ക് നോക്കുവാണെങ്കിൽ ഞാൻ കടയിൽ പോയപ്പോൾ ഞാൻ ഒരിക്കലും മേടിക്കത്തില്ല എന്ന് വിചാരിച്ച കാര്യമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതായത് ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ഈ ഒരു ബ്രാൻഡ് തന്നെ. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷേ ഇന്ന് മേടിച്ച സാധനങ്ങളാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്, അല്ലാത്ത ദിവസം കാണിച്ചു തരാം. ഇത് ഡാർക്ക് ഷെയ്ഡാണ്. നിങ്ങളെല്ലാം വിചാരിക്കുന്നത് ഇത് റോസ് അല്ല കേട്ടോ, ഇത് ഡാർക്ക് ചെയ്ത ഷെയ്ഡ്. മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കളർ എന്ന് വെച്ചാൽ ഒരു ഡാർക്ക് മെറൂൺ കളർ. ഇത് അടിപൊളിയാണ്. ഞാൻ ഇത് വീഡിയോസിന് മാത്രം കേട്ടോ യൂസ് ചെയ്യുന്നത്, സ്കൂളിൽ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമല്ല. അത് ഇതിൽ കിടന്നപ്പോൾ ഈ ഷോപ്പിൽ കിടന്നപ്പോൾ ഞാൻ കാണിച്ചത്. ഇത് വീഡിയോസിന് മാത്രമായിട്ട്. ഇത് റെഡാണ് കേട്ടോ, അടിപൊളി. പിന്നെ നമുക്ക് ബേഗിൽ തൂക്കാനുള്ള കുഞ്ഞൊരു ഐറ്റം കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ലബീബായി അപ്പുറത്ത് പിടിക്കാം കേട്ടോ. പിന്നെ പുറത്ത് നല്ല മഴയാണ്, കാണിച്ചു തരാം. ഇതാട്ടോ. അപ്പോൾ